സെൻട്രൽ വിജിലൻസ് ആണ് അതിനെക്കുറിച്ചിട്ടുള്ള അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സ്റ്റേറ്റ് വിജിലൻസിനോട് ആവശ്യപ്പെടുന്നത്. ഇതിലെവിടെയാണ് ഈ ഗവൺമെന്റ് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്? ഈ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്? എല്ലാം ചെയ്യുന്നത് ജെയ്സൺ പാനിക്കുളങ്ങര. അദ്ദേഹം തുടർച്ചയായിട്ട് ഈ കേസുകളുടെ പുറകെ പോകുന്നു. ഈ ശബരിമല ക്ഷേത്രങ്ങളിലടക്കം പ്രതിപക്ഷം സജീവ ചർച്ചയാക്കുന്നത് അന്വേഷണം നടക്കാനുള്ള ആത്മാർത്ഥം കൊണ്ടൊന്നുമല്ല, ഇലക്ഷൻ രാഷ്ട്രീയം തന്നെയാണ്. അതുപോലെ ഒരു അജണ്ട സെറ്റ് ചെയ്യൽ അതിൻ്റെ ധാർമ്മികതയ്ക്കൊക്കെ അപ്പുറം ഒരു രാഷ്ട്രീയ നീക്കമാണ്. ആ രാഷ്ട്രീയ നീക്കം എല്ലാവരും ചെയ്യുന്നു. ആ നീക്കം എന്നതിനപ്പുറം ഈ 3 ദിവസമായി പുറത്തുവിടുന്ന ഈ പറയുന്ന പേപ്പർ ലീക്കേജിന് അന്വേഷണം ശരിക്കും നടക്കണം എന്ന ആത്മാർത്ഥത സത്യത്തിലുണ്ടോ ശ്രീ മുസ്തഫ? ഇവിടെ താങ്കൾ നടത്തിയ ഇൻട്രോ മുഴുവൻ ഈ ഗവൺമെന്റ് അതിലെ ചില സൂചനകൾ അനുസരിച്ചാണെങ്കിൽ ഗവൺമെന്റിന്റെ തലവൻ എന്തോ ചില കേസുണ്ടാക്കി സ്വയമേവ അദ്ദേഹത്തിൻ്റെ അന്വേഷണ ഏജൻസികളെ കൊണ്ട് പ്രതിപക്ഷ നേതാവിനെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും എന്തോ ഉണ്ടയില്ല വെടി, താങ്കൾ സൂചിപ്പിച്ച ഒരു ഡാഷിലേക്ക് ആ വെടി വെപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണോ? താങ്കൾ ആ രീതിയിലാണ് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യവുമില്ലല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴേ ഇതെല്ലാം എടുക്കാം, എങ്ങനെയെല്ലാം എടുക്കാം. ഇടതുപക്ഷം അങ്ങനെ ഒരു സമീപനമേ എടുത്തിട്ടില്ല. അതൊക്കെ നമ്മുടെ മുൻ അനുഭവങ്ങൾ ഉണ്ടല്ലോ. ചില അനുഭവങ്ങൾ താങ്കൾ പറഞ്ഞപ്പോൾ താങ്കൾക്ക് സൂചിപ്പിക്കാൻ കഴിയേണ്ടതായിരുന്നു. ഇങ്ങനെയൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭങ്ങളിൽ അന്വേഷണ ഏജൻസികളെ അതിസങ്കുചിതമായ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുന്ന പാരമ്പര്യം കോൺഗ്രസിനും BJPക്കുമാണുള്ളത്. ഇപ്പോൾ താങ്കൾ ചില ദുസൂചനകൾ നൽകിയ ഇന്നത്തെ മുഖ്യമന്ത്രിക്കെതിരെ 2006 അന്നത്തെ UDF ഗവൺമെന്റ് ചെയ്തത് എന്താ? 2006 മാർച്ച് 1 ആ വർഷത്തെ ആ സന്ദർഭത്തിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നോട്ടിഫിക്കേഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിക്കുന്നു. അന്ന് തന്നെ ചേർന്ന ശ്രീ ഉമ്മൻചാണ്ടി അധ്യക്ഷത വഹിച്ച മന്ത്രിസഭാ യോഗം പിണറായി വിജയനെതിരെയുള്ള ഒരു കേസ് CBIക്ക് വിടാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഇത് രണ്ടും ഒരേ ദിവസം കേരളത്തിൽ വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും പിണറായിക്കെതിരെയുള്ള കേസ് CBIക്ക് വിടലും. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയ വഴക്ക് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ ശ്രീ VD സതീശന്റെ മണ്ഡലമായ പരവൂരിനടുത്ത് താമസിക്കുന്ന ജെയ്സൺ പാനിക്കുളങ്ങര, അദ്ദേഹത്തിന് ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ഒരു താല്പര്യവുമില്ല. അങ്ങനെ ഒരാൾ ഒരു കേസുമായിട്ട് 3-4 വർഷമായിട്ട് നടക്കുകയാണ്. ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ CBIയെ എന്തോ ഞങ്ങള് പരവതാനി വിരിച്ചു കൊണ്ടുവരുന്നു ആണോ? ജെയ്സൺ പാനിക്കുളങ്ങര പരാതി തന്നെ ആർക്കാ ആദ്യം കൊടുത്തത്? ഹാഷ്മി, താങ്കൾ ഈ കേസിന്റെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടാവല്ലോ. 2020 ജെയ്സൺ പാനിക്കുളങ്ങര പരാതി കൊടുത്തത് തന്നെ CBIക്കാണ്. എന്നിട്ട് എന്തായി? അദ്ദേഹം കൊടുത്തത് EDക്കാണ്. കേരളത്തിലെ ഒരു ഏജൻസിക്കും ജെയ്സന്റെ പരാതി വന്നിട്ടില്ല. ഇവിടുത്തെ DGPക്ക് കൊടുത്തിട്ടില്ല, ഇവിടുത്തെ വിജിലൻസിന് കൊടുത്തിട്ടില്ല, എവിടെയും കൊടുത്തിട്ടില്ല. പരാതി മുഴുവൻ കൊടുത്തത് അവിടെയാണ്. അവരാണ് ആ പരാതി സെൻട്രൽ വിജിലൻസിന് കൈമാറുന്നത്. സെൻട്രൽ വിജിലൻസ് ആണ് അതിനെക്കുറിച്ചിട്ടുള്ള അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സ്റ്റേറ്റ് വിജിലൻസിനോട് ആവശ്യപ്പെടുന്നത്. താങ്കൾ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു സങ്കുചിത രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു അജണ്ട സെറ്റ് ചെയ്യാനാണെങ്കിൽ ഇടതുപക്ഷമാണല്ലോ ഇതെല്ലാം ഉണ്ടാക്കേണ്ടത്. ദുരുദ്ദേശവും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങേക്ക് അതങ്ങനെ തോന്നി എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞത് ഈ പറയുന്ന ഒരു പാരടിപ്പാട്ടുണ്ടാവുന്നു. ആ പാരടിപ്പാട്ടെന്ന് പറഞ്ഞാൽ കേട്ട് ചിരിച്ചു തരുന്ന പാരടിപ്പാട്ടിൽ ഈ പറയുന്ന ലോകം കേൾക്കാത്ത മാരകമായ വകുപ്പിട്ട് കേസെടുക്കാൻ ഉള്ള നിർദ്ദേശം ഉണ്ടാവുന്നു. അല്ലെങ്കിൽ പോലീസ് അതിന് പെരുമാറില്ല. 1. 2, ഈ പറയുന്ന ഒരു ചിത്രം കേസെടുക്കേണ്ട സംഭവമാണ്, മര്യാദയുടെ ഒരു തർക്കമില്ല. അതിന് രാവിലെ പോയി ഒരു നേതാവിന് വീട്ടിൽ അറസ്റ്റ് ചെയ്ത് വലിയ ഫേമസ് ആയി കൊണ്ടുവരുന്നു. 3, തെരഞ്ഞെടുപ്പിന്റെ 1 മാസം മാത്രം ബാക്കി നിൽക്കുക ഈ പേപ്പർ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായി പുറത്തുവിടുന്നു. ഇത് തീരുമാനിക്കുന്നത് രാഷ്ട്രീയ ബുദ്ധിയല്ല എന്ന് ഞാൻ പറഞ്ഞേ. അത് മുഖ്യമന്ത്രിയാണെന്ന് ഞാൻ പറഞ്ഞേയില്ല, മുഖ്യമന്ത്രി ചെയ്യേയില്ല. മുഖ്യമന്ത്രിക്ക് അത്ര രാഷ്ട്രീയ ബോധ്യം ഇല്ലാത്ത ആളാണെന്ന് ഞാൻ കരുതുന്നില്ല ശ്രീ മുസ്തഫ. ഞങ്ങളും പറയുന്നത് ഹാഷ്മി പറഞ്ഞതിൻ്റെ അടുത്താണ് ഞാനും നിൽക്കുന്നത്. കാരണം എന്താ, നിങ്ങൾ ആദ്യം പറഞ്ഞ പാരഡി പാട്ടിലെ കേസ്, അങ്ങനെ കേസെടുത്ത് എന്ന് വന്ന വിവരം കിട്ടിയപ്പോൾ തന്നെ ഇടപെടേണ്ട ഭരണ നേതൃത്വം ഇടപെട്ടു, ആ കേസ് റദ്ദയിപ്പിച്ചു. അപ്പോൾ എവിടെയെങ്കിലും ഭരണനിർവഹണത്തിൽ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് ശരിയല്ലാത്തൊരു സമീപനം ഉണ്ടായാൽ ഈ പറഞ്ഞതുപോലെ ഒരു പാരഡി പാട്ടൊന്നും കേസാക്കേണ്ട വസ്തുതയല്ല, ഇടപെട്ടു. അത് വസ്തുതാപരമായിട്ട് അങ്ങനെ തന്നെ ആ കേസ് റദ്ദ് ചെയ്തു. അതിന്റെ ഒരു നടപടിയും ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല. ആ കേസ് എടുപ്പിച്ചവരെ കൊണ്ട് തന്നെ റദ്ദയിപ്പിച്ചു. എന്നാൽ രണ്ടാമത്തെ വിഷയം നമുക്ക് അങ്ങനെ വിടാൻ വേണ്ടി കഴിയുന്നതാണോ? താങ്കൾ ഈ സൂചിപ്പിച്ച KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുബ്രഹ്മണ്യൻ ചെയ്ത ഏർപ്പാട്, അങ്ങനെയൊക്കെ ഫോട്ടോകൾ മോർഫ് ചെയ്തത് എന്തുമാത്രം വികൃതമാക്കുന്നുണ്ട്. നമ്മളിപ്പോ അതിജീവിതമാരുടെ പരാതികളെ കുറിച്ച് പറയാറുണ്ടല്ലോ. അവരെല്ലാം ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളിൽ ഒന്നെന്താ, ഇങ്ങനെ മോർഫ് ചെയ്ത് ഉപയോഗിക്കുന്ന ശീലത്തെ കുറിച്ചിട്ടല്ലേ.
നമ്മളത് നേരത്തെ ശ്രീ ഇ പി ജയരാജന്റെ ഫോട്ടോ മോർഫ് ചെയ്തിട്ട് ഉപയോഗപ്പെടുത്തിയത്, ശ്രീ മുഹമ്മദ് റിയാസിന്റെ കല്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഫോട്ടോ, ഗ്രൂപ്പ് ഫോട്ടോ മോർഫ് ചെയ്തത് നമ്മൾ കണ്ടതല്ലേ? അതെല്ലാം ഷെയർ ചെയ്തത് ആരാ? ഏതെങ്കിലും ഊക്കിളി ആളുകളല്ലല്ലോ. അന്നത് ഷെയർ ചെയ്ത് ബിന്ദു കൃഷ്ണയെ പോലെയുള്ള മഹിളാ കോൺഗ്രസിന്റെ അന്നത്തെ പ്രസിഡന്റ്, അതുപോലെയുള്ള പ്രമുഖർ. ഇപ്പോഴും ചെയ്യുന്നതോ KPCCയുടെ ജനറൽ സെക്രട്ടറിയെ പോലുള്ള ആളുകൾ. നമ്മുടെ താഴെ നിലവാരത്തിൽ ഏതെങ്കിലും അനുഭാവികളൊക്കെ ഏതെങ്കിലും പാർട്ടിയുടെ ആളുകൾ ചെയ്യുന്നതിനെ നമുക്ക് അവഗണിച്ചു വിടാം. പക്ഷെ ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള സമൂഹത്തെ നയിക്കേണ്ട ഇത്തരം പ്രാമാണികരായ രാഷ്ട്രീയ നേതാക്കൾ തന്നെ ഇങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് ശരിയാണോ? അതുകൊണ്ടാണ് അതിനകത്തെ കേസ് വരുന്നത്. പക്ഷേ ഒന്നാമത്തെ കാര്യം സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന വകുപ്പ്, രണ്ടാമത്തെ കാര്യം സുബ്രഹ്മണ്യെ വിളിച്ചു വരുത്തിയത് എന്താണ്, നോട്ടീസ് കൊടുത്ത് വിടലാണ്. അതിനുവേണ്ടി രാവിലെ വീട്ടിൽ പോയി അയാളെ അയാൾക്ക് അരമണിക്കൂർ സമയം കൊടുത്ത് തൂക്കിയെടുത്ത് വണ്ടിക്കകത്തൊരു എന്തിനാ ഡ്രാമ ഉണ്ടാക്കുന്ന കാര്യം എന്താണ്? നോട്ടീസ് കൊടുക്കാനാണ് വീട്ടിൽ പോയി നോട്ടീസ് കൊടുത്താൽ പോരെ? വെറുതെ അനാവശ്യമായി അയാളെ ഹീറോ ആക്കൽ എന്നതിനപ്പുറം അതിൽ വലിയ കഥയുണ്ടായോ? പോലീസ് ഇളിപ്പിരാവലല്ലാതെ മുസ്തഫ. അതിലൊക്കെ കാണേണ്ടതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ, ഇതിനകത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊന്നും മാധ്യമങ്ങളോട് വിശദീകരിക്കാൻ കഴിയാത്തതിൻ്റെ പ്രശ്നം കൂടി ഉണ്ടാവുമല്ലോ. നമ്മളെല്ലാം ഇപ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരു നെഗറ്റീവ്, എനിക്ക് ഗുളിക എടുത്താൻ അനുവദിച്ചില്ല, എന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അനുവദിച്ചില്ല, എന്നാൽ ആ വീഡിയോയിലൊക്കെ വേറെ തരത്തിൽ കാണുന്നത് എന്താ? അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇരുന്ന് സംസാരിക്കുന്നു, അവരുടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് സംസാരിക്കുന്നു, എന്നിട്ട് പതിയെ ഇറങ്ങിപ്പോവുകയാണ്. അല്ലാതെ വലിച്ചിറച്ച് കൊണ്ടുപോവുകയോ വലിയ ബലപ്രയോഗം നടത്തിയിട്ട് കൊണ്ടുപോവുകയോ ഒന്നും അല്ലല്ലോ. അപ്പോൾ അതൊക്കെ നിൽക്കട്ടെ, അതും അങ്ങനെ വേണോ എന്നുള്ളത് ആഷ്മിയുടെ ചോദ്യം ന്യായമാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയാണ്. മൂന്നാമത്തെ വിഷയം ഞാനിപ്പോൾ പറഞ്ഞു, നിങ്ങളിപ്പോൾ എടുത്ത ഈ VD സതീശനെതിരായിട്ട് വന്നിട്ടുള്ള കേസിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഇതിലെവിടെയാണ് ഈ ഗവൺമെൻറ് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്? ഈ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്? എല്ലാം ചെയ്യുന്നത് ജെയ്സൺ പാനിക്കുളങ്ങര. അദ്ദേഹം തുടർച്ചയായിട്ട് ഈ കേസുകളുടെ പുറകെ പോകുന്നു. കഴിഞ്ഞ 4 വർഷമായി അദ്ദേഹം നടത്തുകയാണ്. അതിന്റെ പുറകെ പോയി RTI പ്രകാരം വിവരങ്ങൾ ശേഖരിക്കുന്നു, അത് വെച്ച് CBIക്ക് കൊടുക്കുന്നു, അത് വെച്ച് EDക്ക് കൊടുക്കുന്നു, സെൻട്രൽ വിജിലൻസിന് കൊടുക്കുന്നു. അവരാണ് സ്റ്റേറ്റ് വിജിലൻസിനോട് ആവശ്യപ്പെടുന്നത്. ഒരു വർഷം മുമ്പ് സർക്കാരിന്റെ കയ്യിൽ കിട്ടുകയും സർക്കാർ ആത്മാർത്ഥമായി നടപടിയെടുക്കാതിരിക്കുകയും തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും ഓരോ ദിവസം ഓരോ പേപ്പർ നോട്ടിൽ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. അതാണ് രാഷ്ട്രീയം. ഞാൻ പറയുന്നത് അത് രാഷ്ട്രീയ സ്ട്രാറ്റജി ആണെങ്കിൽ അജണ്ടയാണ്. അതിനകത്ത് വലിയ തെറ്റൊന്നുമില്ല. ഞാൻ എത്താം മുസ്തഫ. ഷബിൻ വർക്കി, ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെ ഓരോ രേഖകളെ പുറത്തുവിട്ട് ഒടുവിൽ CBI അന്വേഷണത്തിന് നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത് തന്നെയാണ് നിങ്ങളും ചെയ്തിട്ടുണ്ട്. നേരത്തെ മുസ്തഫ പറഞ്ഞ പോലെ ഹാഷ്മി അതും ഞങ്ങളുടെ ഏർപ്പാടല്ല. ഹാഷ്മിക്ക് അറിയാമല്ലോ, കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നിങ്ങൾക്കെല്ലാം തന്ന ലീക്കേജുകൾ. അതുപോലെ ഒന്ന് അന്വേഷിച്ച മുസ്തഫ, ഇപ്പോൾ ഓരോ ദിവസം എന്നോണം ഈ പേപ്പറിന്റെ ഓരോരോ തുണ്ടുകൾ പുറത്തേക്ക് വരുന്നത് ഏത് വഴിക്കൂടാണെന്ന് അങ്ങേക്ക് അന്വേഷണം വളരെ പെട്ടെന്ന് കിട്ടും. വലിയ പുകിലുകൾ നിങ്ങൾക്കാണ് ആ പാരമ്പര്യമുള്ളത്. അതാ പറയുന്നത്, വളരെ പെട്ടെന്ന് കിട്ടും. ഈ പറയുന്ന ഓരോ ദിവസം ഓരോരോ തുണ്ടുകളായ പേപ്പർ പുറത്തേക്ക് വരുന്നത് ഏത് സോഴ്സിൽ നിന്നാണ് എന്ന് അങ്ങേക്ക് അന്വേഷണം വളരെ പെട്ടെന്ന് കിട്ടും മുസ്തഫ. ശരി ഷബിൻ വർക്കി, ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ പുറത്തോട്ടൊടുവിൽ CBI അന്വേഷണത്തിന് നോട്ടിഫിക്കേഷൻ തന്നെയാണ്. ശരി, ക്ഷേമപെൻഷൻ പറയാറുണ്ട്, അത് ദാരിദ്ര്യമുക്തി സംസ്ഥാനം പറയാറുണ്ട്, വികസനം പറയാറുണ്ട്, ദേശീയപാത വികസനം പറയാറുണ്ട്. ഇതൊക്കെ പറയുന്നതിന് പകരം ഈ പറയുന്ന കൊടിയ വിദ്വേഷ പ്രസ്താവന എന്താണ്? UDF അധികാരത്തിലേക്ക് വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരമന്ത്രിയാകും, മാറാടുകൾ ആവർത്തിക്കും എന്ന മനുഷ്യനെ പേടിപ്പിക്കുന്ന ധ്രുവീകരണ രാഷ്ട്രീയം CPMന്റെ രാഷ്ട്രീയമാണോ അതോ AK ബാലൻ അദ്ദേഹം തോന്നിവാസം പറയുന്നതാണോ ശ്രീ മുസ്തഫ? ഹാഷ്മി, അവർ പറഞ്ഞ കമൻസിനോട് ഒന്ന് പ്രതികരിച്ചിട്ട് ഞാൻ നിങ്ങളിലേക്ക് വരാം. ഇപ്പോൾ ശ്രീകുമാർ സാർ പറഞ്ഞു നമുക്കിവിടെ ഇടതുപക്ഷം നാൽക്കവലയിലാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ജനങ്ങളുടെ മധ്യത്തിൽ നാൽക്കവലയിലാണ്. ലോകത്ത് ട്രംപ് ഉയർത്തുന്ന ഭീഷണി, ഇസ്രയേൽ ഉയർത്തുന്ന ഭീഷണി, സാമ്രാജ്യത്വ അധിനിവേശം, ഇതിനൊക്കെ എതിരായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ നിലപാടുകൾ, ന്യൂയോർക്കിലെ മംദാനിയെ പോലെ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുള്ളവരുടെ വിജയങ്ങൾ, ലോകത്തെങ്ങും ഉയർന്നു വരുന്ന ജനകീയ പ്രതിരോധങ്ങൾ, അത് നാൽക്കവലയിൽ ഞങ്ങളുടെ ഒരു വഴിയാണ്. മറ്റൊന്ന്, നമ്മുടെ രാജ്യത്ത് മോഡി ഭരണം നവഫാസിസ്റ്റ് വാഴ്ചയിലേക്ക് പോകുന്നു. അതിനെതിരായിട്ട് രാജ്യത്ത് ഉയർന്നു വരുന്ന വലിയ പ്രതിരോധം. ഈ ഫെബ്രുവരി 12-ാം തീയതി രാജ്യത്തെ കർഷകരും തൊഴിലാളികളും എല്ലാം സംയുക്തമായി ദേശീയ പണിമുടക്കിലേക്ക് പോകുന്നു. തൊഴിലാളി വിരുദ്ധമായ ലേബർ കോഡുകൾ പിൻവലിക്കണം, തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണം. ഇതിനെതിരായിട്ട് ഈ രാജ്യത്ത് മോഡി ഗവൺമെന്റിന്റെ നവഫാഷിസത്തിനെതിരായിട്ടുള്ള മറ്റൊരു വഴി ഈ നാൽക്കവലയിൽ നിന്ന് ഇടതുപക്ഷം തെളിക്കുന്നു. 3, ഹാഷ്മി ഇവിടെ പറഞ്ഞ കേരള സർക്കാരിന്റെ ഈ വികസന നേട്ടങ്ങൾ, അതിദാരിദ്ര്യമുക്തവും സാമൂഹ്യക്ഷേമ പെൻഷനുകളും വികസിതമായ കേരളത്തിലേക്കുള്ള നമ്മുടെ വഴികൾ, ആ നാൽക്കവലയിൽ നിന്ന് മറ്റൊരു വഴി അങ്ങോട്ട് പോകുന്നു. 4-ാമത്തെ വഴി നമ്മുടെ മതനിരപേക്ഷതയും ജനാധിപത്യവും ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കാനുള്ള ഇടതുപക്ഷത്തിന്റെ പ്രത്യയശാസ്ത്രം നിലപാടുകൾ. അതുകൊണ്ട് ഞങ്ങൾ നാൽക്കവലയിൽ തന്നെയാണ്. ഈ നാൽക്കവലയിലേക്കെല്ലാം ജനങ്ങളെ പഠിപ്പിക്കുകയും ജനങ്ങളിൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്ന നിലപാടിലൂടെ ഞങ്ങൾ സഞ്ചരിക്കും. ഇവിടെ അബിൻ വർക്കി ലാവ്ലിൻ കേസിനെ കുറിച്ച് പറഞ്ഞു. എന്താ ലാവ്ലിൻ കേസ്? ആരുണ്ടാക്കിയതാ?
UDF ഗവൺമെന്റ് ഉണ്ടാക്കിയത്. എന്നിട്ട് ഉമ്മൻചാണ്ടിയുടെ വിജിലൻസ് അന്വേഷിച്ചു, കഴമ്പില്ല എന്ന് പറഞ്ഞു. അതെഴുതിയ ഉപേന്ദ്ര വർമ്മയെ അന്നത്തെ വിജിലൻസ് മേധാവി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത് അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് കെൽട്രോൺ MD ആയിട്ട് ഇരുത്തി. എന്നിട്ടല്ലേ മാർച്ച് 1-ാം തീയതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന ദിവസം അത് CBIക്ക് വിട്ടത്. കോടതികളിലേക്ക് പോയി. CBIയുടെ വിചാരണ കോടതി നിങ്ങളുടെ കാലത്താണ്, UPA ഭരിക്കുന്ന കാലത്ത് നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള CBI ആണ് ലാവ്ലിൻ കേസ് അന്വേഷിച്ചത്. എന്നിട്ട് കൊടുത്ത ആ കേസിന്റെ കുറ്റപത്രത്തിൽ വിചാരണ നടത്തിയിട്ട് വിചാരണ കോടതി പറഞ്ഞത് എന്താ? ഇല്ല, ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനില്ല. ഹൈക്കോടതിയിൽ പോയി CBI അപ്പീലും കൊണ്ട് എന്താ? അന്നും UPA ആണ് ഭരിക്കുന്നത്, തള്ളിക്കളഞ്ഞു. അതിനുശേഷം CBI കൊടുത്ത അപ്പീലല്ലേ സുപ്രീം കോടതിയിലുള്ളത്, അല്ലാതെ പിണറായി വിജയനോ മറ്റാളുകളോ കൊടുത്ത അപ്പീലല്ല. പിണറായി വിജയനെയും മറ്റു പ്രതികളെയും കുറ്റവിമുക്തരാക്കിക്കൊണ്ട് CBI നിങ്ങളുടെ കാലത്ത് UPA ഭരണകാലത്ത് നടത്തിയ അന്വേഷണത്തിന്റെ മുകളിൽ വിചാരണ കോടതിയും ഹൈക്കോടതിയും എടുത്ത നിലപാടിനെതിരെ CBI കൊടുത്ത അപ്പീല. അതിൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ? നിങ്ങളല്ലേ അതിലിടപെടേണ്ടത്? നിങ്ങൾക്കല്ലേ കൂടുതൽ ചങ്ങാത്തം. നോക്ക്, നിങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസിയെ വെച്ചിട്ട് ഇതാണ് ആ കേസ്. ഇനി സോളാർ കേസ് അദ്ദേഹം പരാമർശിച്ചു. ഞങ്ങളാണ് അത് കൊടുത്തത്. പരാതിക്കാരിയായ അതിജീവിതയാണ് പറയുന്നത് CBIക്ക് വിടണം. അങ്ങനെയല്ലേ അവസാനം അത് കൊടുത്തത്. എന്നിട്ട് ഈ ലാവ്ലിൻ കേസ് വിട്ടതിനെ കുറിച്ച് ഉമ്മൻചാണ്ടിയുടെ ജീവചരിത്രത്തിൽ പറയുന്നത് എന്താ? പല സമ്മർദ്ദങ്ങൾക്കും വഴങ്ങി ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു എന്ന. പക്ഷെ അതേ ഉമ്മൻചാണ്ടിക്ക് തന്നെയാണ് സോളാർ കേസിൽ സ്വയം അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ജുഡീഷ്യൽ കമ്മീഷനെ ഉൾപ്പെടെ വെക്കേണ്ടി വന്നത്. അപ്പൊ അതിന്റെ പിന്നീടുള്ള റിപ്പോർട്ട് എന്തെന്നുള്ളതല്ല, ഉമ്മൻചാണ്ടിക്ക് പോലും ജുഡീഷ്യൽ കമ്മീഷനെ വെക്കേണ്ടി വന്ന ഒരു കേസിലാണ് പരാതിക്കാരിയുടെ ആവശ്യമനുസരിച്ച് CBIക്ക് വിടാൻ നിർബന്ധിതമായിട്ടുള്ളത്. ഇതെല്ലാമായിട്ട് ചേർത്ത് വെക്കാൻ കഴിയുന്നതാണോ ഇപ്പോഴത്തെ നിലപാട്? ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞു, ഇടതുപക്ഷ ഗവൺമെന്റ് സോമോട്ടോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് CBIക്ക് വിടാനോ കേന്ദ്ര ഏജൻസിക്ക് വിടാനോ ഞങ്ങളായിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ല. ജെയ്സൺ പാനിക്കുളങ്ങര പറവൂരുകാരനാണ്, VD സതീശന്റെ നാട്ടിനടുത്താണ്, അവിടെ 10 കിലോമീറ്റർ ദൂരത്തിൽ നിൽക്കുന്നയാൾ. അദ്ദേഹം കഴിഞ്ഞ 2020 മുതൽ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന കേസുകൾ. അദ്ദേഹം പരാതിയുമായിട്ട് പോയത് CBI എടുത്തും ED എടുത്തും ഒക്കെയാണ്. അതിന്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ് വിജിലൻസിനോട് ചില കാര്യങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞു. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് അതിലെന്താ ഇപ്പൊ പറയുന്നത്? ഇപ്പോ അബിൻ വർക്കി പറഞ്ഞത് ഇത് ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. എന്താ അന്ന് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ വന്ന കേസിൽ കോടതി എടുത്തിട്ടുള്ള നിലപാട്? താങ്കൾ പറഞ്ഞതുപോലെ ജെയ്സന്റെ പരാതി തള്ളിക്കളഞ്ഞതാണോ? ജെയ്സണാണ് കൊടുത്തത്, വിജിലൻസോ സ്റ്റേറ്റ് സർക്കാരോ കൊടുത്തതല്ല. ഹൈക്കോടതിയിൽ ഈ പരാതിക്കാരനായ ജെയ്സൺ കൊടുത്തതാണ് CBI ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ വേണ്ടത്ര വേഗതയിൽ പോകുന്നില്ല എന്ന്. അതിൽ അന്ന് മണികുമാർ സിംഗ് എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് എടുത്ത നിലപാട് എന്താ? തീർപ്പാക്കുകയാണ്, ഡിസ്മിസ് ചെയ്യുകയല്ല ചെയ്തത്. തീർപ്പാക്കിയിട്ട് എന്താ പറയുന്നത്? പരാതിക്കാരൻ ആഗ്രഹിച്ചതുപോലെ അന്വേഷണ ഏജൻസികൾ പോകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിയമത്തിന്റെ വഴികൾ ഇനിയും അദ്ദേഹത്തിന് സ്വീകരിക്കാവുന്നതാണ്. അപ്പൊ ഡിസ്മിസൽ അല്ല, ഡിസ്പോസ് ചെയ്യുകയാണ്, ഈ നിലയിൽ തീർപ്പാക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൂടി ഈ കേസിൽ കാണുക.